റെഡിയല്ലേ? ജയിക്കാൻ ദയാലൊക്കെ റെഡിയല്ലേ? റിങ്കോട് റെഡി ആയി നിൽക്കണം. ദയാലുണ്ട് രാവിലെ മുതൽ ചാടി കളിക്കുന്നുണ്ട് റിങ്ക്. പൊട്ടിച്ച് ഓർമ്മ വലിയത് അത് ഒരു കളിയല്ലേ. യശ് ദയാലിന്റെ ഒപ്പത്തെ ഫോമാണ്. കഴിഞ്ഞ കളിയിൽ മൂപ്പര് പറഞ്ഞോ സൂപ്പർ സൂപ്പർ ബോളായിരുന്നു. പക്ഷെ സൂപ്പർ ബോളർ റിങ്കുവിനെ കാണുമ്പോ പഴയ ഓർമ്മകൾ ഇങ്ങനെ വരും. ഒരു ഓർമ്മയില്ല. റിങ്കു എന്നല്ല ഇപ്പൊ ഞാര് വന്നാലും ദയാലിനൊപ്പം അങ്ങനല്ല. കാരണം ആള് മൂപ്പര് മാറിയാണ്. ഒരു ദയില്ലാത്ത അടി കിട്ടും. ഒരു ദയില്ലാത്ത ഏറ് വരും. നിന്ന് മുട്ടിടിച്ചേണ്ടി വരും. കാരണം പഴയ ദയാലല്ല ഇപ്പത്തെ ദയാല്. കഴിഞ്ഞ സൂപ്പർ കളിയാണ്. കഴിഞ്ഞ 2 കളി മൂപ്പര് ഉഷാറ് ചെയ്തു. ആ ധൈര്യത്തിൽ അവിടെ നിന്നോളി. ഇന്ന് ഇവിടെ അടിച്ചാൻ വരുന്ന ആൾക്കാരെ എനിക്ക് അറിയില്ല. അടി അടിക്കാരൻ കിട്ടും. കഴിഞ്ഞാല് കളിച്ചിട്ടുള്ളൂ. ഒറ്റക്ക് അടിച്ചിട്ടാണ് അമ്മമാരി അടിയാണ്. 208 റണ്ണാണ് അടിച്ചത്. ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്കെതിരെ നടക്കൂല എന്നുള്ളത്. ചിന്ന സ്വാമിയിലെ ബൗളർമാരൊക്കെയാണ്. സൂപ്പർ കളിയാണ്. അതൊന്നും പറഞ്ഞില്ല. അതൊക്കെ പറഞ്ഞു. സിറാജ് കഴിഞ്ഞാലും ഉഷാറായി കളിച്ചു. കഴിഞ്ഞ കളിയല്ല, കഴിഞ്ഞ കളിയല്ല. ആകെ ഒരു പോരായ്മ ഉള്ളത് ഇപ്പൊ അൽസാരി ജോസഫ് അല്ലേ. മൂപ്പര് ഞങ്ങള് മാറ്റും ജഡ്ജിമാണെന്ന് വെച്ചാ സൂപ്പർ. ഇപ്പൊ എല്ലാരും നല്ല ജോസഫ് നിങ്ങൾ മാറ്റൂല. വള്ളർച്ചെന്ന് കിട്ടും. നിങ്ങളുടെ മറ്റേ ഒരു 25 കോടിന്റെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. എന്താ കുഴപ്പം? ഇന്ന് കാണാൻ മൂപ്പർ ആരാന്നുള്ളത് കാണാല്. എക്സ്പീരിയൻസ് എന്താന്നുള്ളത് എക്സ്പീരിയൻസ് ആദ്യത്തെ കളി കണ്ടു. ഞങ്ങൾ ജയിച്ചല്ലോ. എന്ത് അത് കൊടുത്ത റണ്ണിന്റെ കണക്ക് എത്രയാണ്? തയ്ച്ചിക്കണ്. അതായത് 25 കോടിക്ക് 50 റൺ അങ്ങനെയാണ്. ആ മൂപ്പര് ഫസ്റ്റ് ഓവറിൽ ക്യാച്ച് വിട്ടു. ആ സ്ലിപ്പിലല്ല, വിക്കറ്റ് കീപ്പറാണ് ആ ക്യാച്ച് വിടുന്നത്. ഇങ്ങനൊക്കെ ഓരോന്നും സംഭവിച്ച് എഡ്ജ് ചെയ്ത് പോയ 4 ഒക്കെ കൂടി കൂട്ടിയപ്പോ അങ്ങോട്ടായി. ഇതിപ്പോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആർക്കും അടി കിട്ടാത്ത ചക്രവർത്തി എത്ര വാങ്ങണ കഴിഞ്ഞാല് ക്ലാസ്സിനെ അടിച്ചിട്ടാണ്. ക്ലാസ്സിനെ പോലത്തെ ഒരു ക്ലാസ് ഉള്ള ആൾ നിങ്ങൾ ടീമിൽ ഇല്ല ഞങ്ങൾക്കറിയാം. മാക്സി അല്ലേ? കോഹ്ലിന്റെ അടിയൊക്കെ കോഹ്ലി അടിച്ചു. ഇങ്ങനെ KGF ഒരാള് കളിച്ചു, വേറുള്ളവര് കളിച്ചൂല. എന്നിട്ട് ഫസ്റ്റ് കളിയിൽ ഡൂപ്ലസി കുറച്ചടിച്ചു, ബാക്കി ഉണ്ടാവില്ല. മാക്സ് 2 കളിയിലും ഒന്നുമില്ല. ആ 3 കൂടി മര്യാദ കളിച്ചാണ്ടല്ലോ കളിച്ചൂലല്ലോ. എന്നിട്ട് ആ ബാക്കിൽ വന്നിട്ട് DK കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെട്ട് DK എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കുറെ കാലം ഞങ്ങളിപ്പോ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ മൂപ്പരെ കൂട്ടാൻ എന്താ പണി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉണ്ടായോണ്ടാണ് മൂപ്പര അന്ന് അങ്ങനെ ആയത്. അപ്പൊ ഞങ്ങളിപ്പോ വന്നപ്പോ കളിയണ്ടില്ല. എന്നിട്ട് കഴിഞ്ഞല്ലോ ഭയങ്കര കളിയായിരുന്നു. അതിന് കഴിഞ്ഞല്ലോ ഇല്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങളപ്പം പന്നീന്റെ പോരിശൊന്നും അല്ലാതെ മൂപ്പര് അവിടുന്ന് പഠിച്ചു, കേക്കാറിന് പഠിച്ചു വന്നോണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അത്ര തന്നെ ഉള്ളൂ. അത് കേക്കാറിന് കുറെ കണ്ടതാണ്. ഈ കൊല്ലം സൂപ്പർ ആയിട്ട്. ഇപ്പൊ കഴിഞ്ഞ കളി ആ ഫിനിഷ് ചെയ്തൊക്കെ ടോപ്പ് ഫിനിഷിംഗ് ആണ്. ഏതാ ഷോട്ടൊക്കെ. പിന്നെ ലോം ബ്രോർ കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് കളിച്ചു. പിന്നെ അനൂജ് റാവത്ത് ഭയങ്കര കളി. ഞങ്ങള് KGF കളിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരാൾ കളിച്ചു. ഒന്ന് പറഞ്ഞോളി. കഴിഞ്ഞ കളിയിൽ ഏതായിരുന്നുണ്ടായിരുന്നത്? കോഹ്ലി. അതിന് മുമ്പത്തെ കളിയിലോ F. ഇനിയിപ്പോ ഈ കളി ചിലപ്പോ G ഉണ്ടാവും. അത്ര തന്നെ 3 കൂടി കൂട്ടുണ്ടാവും. 3-1 1 2 കളിച്ചാൽ തന്നെ മതി. പോയിന്റും അതേമാതിരി ജയവും കിട്ടും. ഫസ്റ്റ് കളി ജയിച്ചോ? 3 കളി. നിങ്ങളിപ്പോ ഒരു കളി തോറ്റോരല്ലേ? ഞങ്ങൾ തോറ്റിട്ടില്ല. ഇന്ന് തീരുമാനമാകുമല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? രണ്ടാമത്തെ തീരുമാനമാക്കി വിടും. കഴിഞ്ഞ കളിയിൽ ആ റസൽ അടിച്ചോണ്ട് കുറച്ച് റൺ എനിക്ക് കിട്ടി. അങ്ങനെയുള്ളൂ. ഇന്നും അടിച്ച റസല് തീരുമാനം മൂപ്പര് പറഞ്ഞാൽ റിങ്കു ഫിൽസാൾട്ട് കഴിഞ്ഞാൽ വിഫ്റ്റ് അടിച്ചല്ലോ. ഫിൽസാൾട്ട് കഴിഞ്ഞാൽ വിഫ്റ്റ്. ഇപ്പൊ ലോക ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച രൂപത്തിൽ T20 കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരനാ ഫിൽസാൾട്ട്. ഇന്ത്യയിൽ വന്നു ഫസ്റ്റ്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ മുമ്പ് മൂപ്പര് DC കളിച്ചാണ്. അപ്പൊ KKR വന്നു ഫസ്റ്റ് കളി മൂപ്പരാവുക 50. ഞങ്ങളോട് ബൗളർമാരെ പോലീസ് എന്നിട്ട് പറയണ്ട. അൽസാരി ജോസഫ് പിന്നെ സിറാജിനെ എല്ലാവർക്കും അറിയാം. 2 ദിവസം മര്യാദക്ക് അറിയും, 4 ദിവസം മോശമായിട്ട് അറിയും. അത്ര തന്നെ ഉള്ളൂ. സിറാജൊക്കെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് സൂപ്പർ ആയിട്ട് എടുത്തു പറയാൻ നല്ലൊരു സ്പിന്നർ ഉണ്ടാ. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് നരയനും പിന്നെ ചക്രവർത്തി കണ്ട കുഴപ്പം. ഏതെങ്കിലും ഒരു കളി 2 അടി കിട്ടി പറഞ്ഞാണ്ട് ചക്രവർത്തി മോശം പറഞ്ഞിരിക്കാം. കഴിഞ്ഞ കളി എല്ലാവർക്കും കിട്ടിയെന്നേ. ക്ലാസനാണ് അടിച്ചത് അല്ലേ? ക്ലാസന് ഇന്ന് ലോക ക്രിക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് സ്പിന്നർമാരെ തല്ലുന്ന ആളാണേ. അത് കണ്ടാണ് നിങ്ങൾ ഉള്ളണ്ട. ഇവിടെ മാക്സ്വെൽ ഉണ്ട്. മാക്സ്വെൽ നമ്മൾ കണ്ടല്ലോ 2 കളി എന്താ കാട്ടിയത്. ഇന്നത്തോട് കൂടി തീരുമാനമാകും. മൂപ്പര് അടിച്ചാൻ തിരിഞ്ഞാ പിന്നെ കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ അടിച്ചാലുള്ള ആൾക്കാരൊക്കെ വെറുതെ റിങ്കുനെ നമുക്ക് അറിയില്ലേ? റിങ്കു എന്ന് പറഞ്ഞാൽ റിങ്കുനെ പോലത്തെ ഒരു ബുത്ത് ലോക ക്രിക്കറ്റിൽ ഇല്ല. അടിയോട് അടിയാണ്. ഇന്ത്യൻ ടീമിൽ കയറിന്റെ ഷെജാദി അടിയാണ്. ദയാലിന് അടിച്ചാൽ മുമ്പിലാണ് തുടങ്ങിയത്. ദയാൽ ഇന്ന് മുട്ടടിച്ചിരുന്നു. ഇന്ന് കളിച്ചാൽ വരെ നോക്കാം ചെക്ക. ചിലപ്പോ രാവിലെ തന്നെ പറയും എനിക്ക് പള്ളണ്ട്, എനിക്ക് പുറം വേനാണ്ട്, ഇന്ന് ഞാൻ കളിച്ചണമെന്നൊക്കെ ചോദിച്ചു വരും. ആ റിവഞ്ച് എന്ത് മൂപ്പര് തീർക്കും. അപ്പൊ അത് തീരുമാനമാകുകയും ചെയ്യും.